ഹലോ അസ്സാം വലൈക്കും റംദാൻ മുബാറക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈലിലുള്ള ചിക്കൻ റോളാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ ക്യാപ്സിക്കം, ഒരു 3-4 വലിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ മല്ലിയില, പിന്നെ ചെറിയൊരു ക്യാബേജിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് ക്ലീനാക്കി നല്ലോണം കഴുകിയുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ടാക്കണം. അപ്പോൾ ഞാനങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ അതിൻ്റെ മുന്നിൽ ഞാൻ സ്പ്രിംഗ് റോളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഈ മസാല എല്ലാം റെഡി ആകുമ്പോഴേക്ക് അതെല്ലാം ഒന്ന് തണുപ്പ് വിട്ടു പോകുമല്ലോ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ അതെല്ലാം ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടയിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഫില്ലിങ് ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ചില്ലിയുടെ ആ ഒരു ടച്ചിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആ ഒരു ടേസ്റ്റ് വരുന്ന, അങ്ങനെ കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യാതെ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. കാരണം എന്നും ഒരേ ടൈപ്പിലാവുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ സ്നാക്സ് എല്ലാം മടുത്ത് പോകുമല്ലോ അല്ലേ. സമൂസക്കായാലും കട്ട്ലേറ്റിലായാലും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആക്കാൻ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഒരു ചിക്കൻ ചില്ലി ഫ്ലേവറിലാണ് അതുണ്ടാക്കുന്നത്, മസാല ആക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ക്യാപ്സിക്കവും ക്യാബേജും മല്ലിയിലയും ഉള്ളിയെല്ലാം അതിലോട്ട് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ കൂടുതൽ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തില്ല. ഒരു നുള്ളു കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു ചില്ലി ഫ്ലേക്സുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി നിങ്ങളെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാനത് ആവശ്യത്തിന് ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ആദ്യമേ തന്നെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളകും ഉപ്പും മാത്രം ആഡ് ചെയ്തിട്ട്. പിന്നെ ഞാനത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അങ്ങനെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫില്ലിംഗ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് റോൾ ചെയ്യുന്നത്. പറയുന്നേക്കാളും ഇങ്ങനെ കാണുമ്പോഴാണല്ലോ മനസ്സിലാവുക. അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും വോയിസ് ഓവർ കൊടുക്കാത്തത്.
ഞാനിവിടെ 12 റോളാണ് ആ മസാല വെച്ചിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ അതെല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ആക്കുന്നത്. അങ്ങനെ ഒരു ഭാഗം ഗോൾഡൻ കളർ ആകുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അങ്ങ് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മളിത് ഒരു സൈഡ് അങ്ങനെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡും ഒരേപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മളെ സ്നാക്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനത് മുഴുവനായിട്ട് പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് നമുക്കിന്ന് കസ്റ്റർഡ് ഉണ്ടാക്കിയല്ലോ പറഞ്ഞ്. അപ്പോൾ അമ്മനോട് പറഞ്ഞ് ഞാൻ ആക്കിത്തരാം, മിക്സ് ചെയ്യലെല്ലാം നിങ്ങൾ ആക്കേണ്ടി വരും പറഞ്ഞപ്പോൾ ഉമ്മ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം കസ്റ്റർഡ് ഉണ്ടാക്കി കൊടുത്ത് ചെയ്ത് ഒരു പാക്കറ്റ് പാൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അതറിയാത്തതൊന്നും ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. പിന്നെ ഞാൻ വിചാരിച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. എന്നാൽ പിന്നെ ഉമ്മക്ക് ആ ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന പണിയെല്ലാം കുറഞ്ഞ് കിട്ടുമല്ലോ. കാരണം ഫ്രൂട്ട്സ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര മെനക്കെടാണ് ഈ ഫ്രൂട്ട്സ് എല്ലാം ഓരോന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാനെല്ലാം. അപ്പോൾ ഞാനങ്ങനെ കസ്റ്റർഡ് എല്ലാം ആക്കി അതിൻ്റെ ശേഷം ഞാൻ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ബനാന, ഒരു അനാറ്, അതുപോലെ ഒരു ആപ്പിള്, പിന്നെ ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് ഉമ്മക്ക് കട്ട് ചെയ്ത് കൊടുക്കുക വിചാരിച്ചിട്ട് ഞാൻ അതെല്ലാം ഒന്ന് കട്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കട്ടാക്കി കൊടുത്താൽ പിന്നെ ഉമ്മൻ്റെ പകുതി പണി തീരുമല്ലോ. പിന്നെ എനിക്ക് മിക്സ് ചെയ്യാനൊന്നും നേരമില്ല, എനിക്ക് ഷോപ്പിലോട്ട് പോകണം. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്ത് ഇനി ഉമ്മ അതങ്ങ് മിക്സ് ആക്കിക്കോളും. അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഉമ്മ അങ്ങനെ അതെല്ലാം മിക്സാക്കി വെക്കും.
അപ്പോൾ നമ്മൾ കസ്റ്റർഡിനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ കസ്റ്റർഡ് എല്ലാം ആയി വന്നിട്ടുണ്ട്. പിന്നെ ചിയ സീഡ് വെള്ളത്തിൽ അങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.